ഹേ ഡിയേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എക്സാമിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് നിനുമസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? യെസ്, here is the first question. Which among the following produce biogas from the dung of ruminant animals? Okay, അപ്പോൾ അതായത് നമ്മുടെ ബയോഗ്യാസ് പ്രൊഡക്ഷനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ ഒരാളെയാണ് പഠിക്കുന്നത്. ആരാണ്? നമ്മുടെ കിങ്ഡം മൊണിയറയിൽ ആർക്കി ബാക്ടീരിയയിലുള്ള ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പാണ്. വാട്ട് ഇസ് ദാറ്റ്? തെർമോ ആസിഡോഫൈൽസ് അല്ല, സൈനോബാക്ടീരിയ അല്ല, ഹാലോഫൈൽസ് അല്ല, നമ്മുടെ മെത്തനോജൻസ് ആണ്. ഓക്കെ, ഇത് പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്. ഓക്കെ, ട്രിപ്നോസോമ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോമൻ. എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഈ പ്രോട്ടോസോമൻസും അതിന്റെ എക്സാമ്പിൾസും. ഓക്കെ, ഇപ്പൊ സീലിയേറ്റഡ് പ്രോട്ടോസോമന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ അത് നമ്മുടെ പാരമീഷ്യമാണ്. ഏതാണ്? നമ്മുടെ പാരമീഷ്യമാണ്. ഓക്കെ, ഫൈൻ. ഇനി ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ആർക്കിബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ് ആർ കോൾഡ്. അതായത് ഹോട്ട് സ്പ്രിങ്സിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്, അതായത് എക്സ്ട്രീം കണ്ടീഷൻസിൽ വരുന്ന ആ ഗ്രൂപ്പാണ് നമ്മുടെ ആർക്കിബാക്ടീരിയ. അതിൽ വരുന്ന തെർമോ ആസിഡോഫൈൽസിനാണ് എവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഹോട്ട് സ്പ്രിങ്സിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ആരാണ്? തെർമോ ആസിഡോഫൈൽസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഇൻ ഫംഗി ഈസ് കോൾഡ്. അതായത് ഒരു സിംഗിൾ ഒരു ഫിലമെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഹൈഫേ എന്ന് വിളിക്കും. ഒത്തിരി ഹൈഫേസ് ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഒരുമിച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? മൈസീലിയം എന്ന് വിളിക്കും. എന്താണ്? മൈസീലിയം. അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. എയ്ഡ്സ് ഇൻ ഹ്യൂമൻ ബീയിങ് ഈസ് കോസ്ഡ് ബൈ. എയ്ഡ്സിന് കാരണമായിട്ടുള്ളത് എന്താണ്? HIV എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ് അല്ലേ? യെസ്. നെയിം ദ യൂണിസെല്ലുലാർ ഫംഗസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ്. അതായത് യൂണിസെല്ലുലാർ ആയിട്ട് ഒറ്റൊരു മീൻസ് ഫംഗസിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാരാണ്? നമ്മുടെ ഈസ്റ്റ് ആണ് അല്ലെ? നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്നതാണ് ഈസ്റ്റ് അല്ലെ? യെസ്. ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് 1 മാർക്കിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ പാറ്റേൺ ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. മൊണിയറ ഏതാണ്? പ്രോകാരിയോട്ട് ആണ് അല്ലെ? അവർക്കൊരു ട്രൂ ന്യൂക്ലിയസ് ഇല്ല, ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ പ്രോട്ടിസ്റ്റ് തൊട്ടിട്ട് എന്താണ്? യൂകാരിയോട്ട് ആണ്. എന്താണ്? യൂകാരിയോട്ട് ആണ്. യെസ്. ആൻഡ് ചൂസ് ദി കറക്റ്റ് പെയർ. ലൈക്കൺ, ദാറ്റ് ഈസ് അസോസിയേഷൻ ഓഫ് ഫംഗി ആൻഡ് റൂട്ട് ഓഫ് ഫയർ പ്ലാന്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആണോ? ഒരിക്കലും അല്ല അല്ലെ? Then saprophytes absorb organic matter from dead substrates. Okay, dead substrates ൽ നിന്നും ഓർഗാനിക് മാറ്ററിനെ അബ്സോർബ് ചെയ്യുന്നതാണ് നമ്മുടെ സാപ്രോഫൈറ്റ്സ്. കറക്റ്റ് ആണ് അല്ലെ? ഫംഗി ഒക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഫംഗിന്റെ ചില ഗ്രൂപ്പുകൾ സാപ്രോഫൈറ്റ്സ് ആണ് അല്ലെ? ഇനി മൈക്കോറൈസ അസോസിയേഷൻ ഓഫ് ഫംഗി ആൻഡ് ആൽഗി അല്ല. ഇവിടെ എന്താണ്? ലൈക്കൺ ആണ് അസോസിയേഷൻ ഓഫ് ഫംഗി ആൻഡ് ആൽഗി. മൈക്കോറൈസ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് ഫംഗി ആൻഡ് റൂട്ട് ഓഫ് ഫയർ പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇനി ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പോൾ ബ്ലൂ ഗ്രീൻ ആൽഗെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു ഡയഗ്രാം മാത്രമാണ് നമ്മുടെ ബ്ലൂ ഗ്രീൻ ആൽഗയിൽ നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അതിൽ ഇടയ്ക്ക് നമ്മളോട് ഈ ഒരു പെർട്ടിക്കുലർ ഹെട്രോസിസ്റ്റ് മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇവിടെ ഓൾറെഡി ഹെട്രോസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹെട്രോസിസ്റ്റ് കാണുന്ന ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോസ്റ്റോക്ക് നൊബീനൊക്കെയാണ് അല്ലെ? അവർക്ക് എന്താണ്? നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള ആ ഒരു പെർട്ടിക്കുലർ കപ്പാസിറ്റി ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം നമ്മുടെ നോസ്റ്റോക്കിന്റെ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്? നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള ആ ഒരു കഴിവുള്ളവരാണ് അല്ലെ? അതിലാണ് ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് കാണുന്നത്. അതിനാണ് ഹെട്രോസിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. മഷ്റൂം, മഷ്റൂമിന്റെ ആ ഒരു പെർട്ടിക്കുലർ നെയിം എന്ന് പറയുന്നത് അഗാരിക്കസ് ആണ്. കോമൺ നെയിം ആണ് മഷ്റൂം അല്ലെ? ബ്രെഡ് മോൾഡിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റൈസോപ്പസ് ആണ്. എന്താണ്? റൈസോപ്പസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, fill in the blank. The algal component is in lichen is known as. Okay, അപ്പോൾ അവിടെ ഒരു ആൽഗി അതുപോലെ തന്നെ ഒരു ഫംഗിയും കൂടെ കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ലൈക്കൺ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിലെ ആൽഗൽ കോമ്പോണന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫൈക്കോബിയന്റ് എന്നാണ്. എന്താണ്? ഫൈക്കോബിയന്റ് ആണ്. അതേ സമയത്ത് നമ്മുടെ ഫംഗൽ കോമ്പോണന്റ് എന്ന് പറയുന്നത് മൈക്കോബിയന്റ് ആണ്. ഇത് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്.
ഇനി നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദീസ് ഓർഗാനിസംസ് കോസ് മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ? ഓക്കെ, നമ്മുടെ ജേക്കബ്സ് ഡിസീസും അതുപോലെ തന്നെ ഈ പറഞ്ഞ മാഡ് കൗ ഡിസീസിനും കാരണമാകുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയോൺസ് ആണ് കേട്ടോ. വൈറോയിഡ്സ് ആയിട്ട് പലർക്കും മാറി പോവാറുണ്ട്. വൈറോയിഡ്സ് അല്ല, പ്രിയോൺസ് ആണ് കോസ് ചെയ്യാറുള്ളത്. ഓക്കെ, യെസ്. സെലക്ട് ദ കറക്റ്റ് പെയർ. ഇവിടെ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് മെത്തനോജൻ? മെത്തനോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? മാർഷിയ റീജൻസും അതുപോലെ തന്നെ റുമിനന്റ് ആനിമൽസിന്റെ കട്ടിലുമാണ് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻസിലാണ് നമുക്ക് ഈ പറഞ്ഞ മെത്തനോജൻസ് കാണാൻ പറ്റുന്നത്. ഇനി ഹാലോഫൈൽസ് ആണ് എങ്കിൽ, ഹാലോ മീൻസ് സോൾട്ട് അല്ലെ, അപ്പൊ എന്താണ് സോൾട്ടി റീജിയൻസിൽ കാണുന്നതാണ് നമ്മുടെ ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ആർക്കി ബാക്ടീരിയന്റെ എക്സാമ്പിൾസ് ആണ് അല്ലെ. ഇനി തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയുന്നത് എവിടെ നമുക്ക് കാണാൻ പറ്റും? ഹോട്ട് സ്പ്രിങ്സിൽ കാണാൻ പറ്റും. അതായത് ഹൈ ടെമ്പറേച്ചർ ഉള്ള റീജിയൻസിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ഈ പറഞ്ഞ തെർമോ ആസിഡോഫൈൽസിനെ കാണാൻ പറ്റും. പിന്നെ മൈക്കോപ്ലാസ്മ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസം ആണ്, അതും ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് സെൽ വാൾ ഇല്ല, അതുപോലെ തന്നെ ഓക്സിജൻ ഇല്ലെങ്കിലും ഇവർക്ക് സർവൈവ് ചെയ്യാനും പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, വീണ്ടും ഏതാ ഫിഗർ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. മിസ് അത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് സൈനോബാക്ടീരിയൽ നോസ്റ്റോക്ക് ആണ്. അതുപോലെ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പാർട്ട് അല്ലെ, ഈ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? നമ്മുടെ ഹെട്രോസിസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ, ഹെട്രോസിസ്റ്റ് ആണ്. നൈട്രോജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നു. റൈറ്റ്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ഡയറ്റമേഷ്യസ് എർത്ത്. മെൻഷൻ എനി വൺ യൂസ് ഓഫ് ഡയറ്റമേഷ്യസ് എർത്ത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഈ ഡയറ്റമേഷ്യസിന് കാരണമായിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡയാറ്റംസ് ആണ്. അത് കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ക്രൈസോഫൈറ്റ്സിൽ വരുന്നതാണ്. ആര്? നമ്മുടെ ഡയാറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, അതും ക്വസ്റ്റൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി എന്താണ് ഡയറ്റമേഷ്യസ് എർത്ത്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റൻ അല്ലേ. അതായത് ഈ ഡയാറ്റംസിന്റെ സെൽ വാളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സിലിക്കേന്റെ ഡെപ്പോസിറ്റ്സ് കാണാൻ പറ്റും. ഓക്കെ, സിലിക്കേന്റെ പ്രസൻസ് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഡയറ്റംസ് ഒത്തിരി കാലങ്ങൾ ഒരേ ഏരിയയിൽ തന്നെ ഇങ്ങനെ വന്ന് ചത്ത് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് അവിടെ ഒരു ഏരിയ തന്നെ അങ്ങനെ ഫോം ചെയ്യും. ഓക്കെ, അത് മൊത്തം എന്തായിരിക്കും? സിലിക്കേന്റെ ഡെപ്പോസിറ്റ്സ് ആയിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ സിലിക്കേ ഡെപ്പോസിറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഫൈൻ പൗഡറി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇത് പലതരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മുടെ പലതരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽസിൽ തന്നെ ഈ സിറപ്പുകൾ അങ്ങനെ ഓരോന്നിൻ്റെ ഫിൽട്രേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഓയിൽ സ്പിൽസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് സിൽക്കിയാണ് അല്ലേ, അപ്പം പിന്നെ ചെറിയ എമൗണ്ട് ഓഫ് കാൽസ്യം അങ്ങനെ ഒക്കെ നൈസായിട്ട് നമുക്ക് എന്താണ് അതിന്റെ ക്വാണ്ടിറ്റിയും ഇതിൽ കാണാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ഇൻസെക്ടിസൈഡ് ആയിട്ട് നമുക്ക് നാച്ചുറൽ ഇൻസെക്ടിസൈഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇത് ഇൻസെക്ട്സിന്റെ മുകളിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ആ ഒരു തോടൊക്കെ ഇതായിട്ട് അവർ ചത്തുപോകും. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതേപോലെ നമ്മുടെ വൈന് അതുപോലെ ബിയർ ഇതിലൊക്കെ എന്താണ് ഫിൽട്രേഷൻ പേർപ്പസും അതിൽ പ്യൂരിഫിക്കേഷനും ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഡയറ്റമേഷ്യസ് എർത്ത് യൂസ് ചെയ്യാറുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ പെയിൻസിലൊക്കെ പലതരത്തിലുള്ള പെയിൻസിലൊക്കെ എന്താണ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള യൂസസ് ആർക്കുണ്ട്? നമ്മുടെ ഡയറ്റമേഷ്യസ് എർത്തിനുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. യെസ്. ഇനി അടുത്തത്, ഡിഫൈൻ മൈക്കോറൈസ. ഹൗ ഇസ് മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്ഫുൾ ടു പ്ലാന്റ്സ്? അപ്പോൾ മൈക്കോറൈസ എന്ന് പറയുന്നത് ഫംഗൈ പ്ലസ് നമ്മുടെ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ്. എന്താണ്? റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവർ തമ്മിലുള്ള ആ ഒരു ഫംഗൽ മീൻസ് ആ ഒരു അസോസിയേഷനെയാണ് നമ്മൾ മൈക്കോറൈസ എന്ന് വിളിക്കുന്നത്. അപ്പൊ വലിയ വലിയ മരങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് ഒത്തിരി വെള്ളത്തിന്റെ മിനറൽസിന്റെ ഒക്കെ ആവശ്യമുണ്ട് അല്ലെ. അപ്പം അത് മീൻസ് അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ലൈഫ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒത്തിരി അവർക്ക് അബ്സോർബ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ റൂട്ട്സിന് മാത്രമായിട്ട് എന്താണ് ചിലപ്പോൾ ആ ഒരു അബ്സോർപ്ഷൻ അത്ര പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ഈ ഒരു അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ആര് സഹായിക്കും? നമ്മുടെ ഫംഗയും കൂടെ സഹായിക്കും. ഓക്കെ, അപ്പൊ ഒരു ഷെൽട്ടർ ആര് പ്രൊവൈഡ് ചെയ്യും? ഈ പറഞ്ഞ റൂട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഫംഗയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഷെൽട്ടർ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സിംബയോട്ടിക് അസോസിയേഷനിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, bacteria are classified into different types based on their shape. Write the name and shape of each of them. അപ്പോൾ അതായത് നമുക്ക് ബാക്ടീരിയനെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ
പ്രധാനമായിട്ടും 4 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇസ് കോക്കസ്, then Vibrio, then Bacillus, and the last one is Spiral. ഓക്കെ, ഇങ്ങനെ 3 നമുക്ക് ഇവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 4 ഷേപ്പിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുന്നത്? ബാക്ടീരിയനെ കാണാൻ പറ്റുന്നത്. അതിൽ കോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ഷേപ്പിൽ, ഓക്കെ, സ്പെറിക്കൽ ആയിട്ടുള്ള ഷേപ്പിലാണ് കാണുന്നതെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോക്കസ് എന്ന് വിളിക്കുന്നു. പിന്നെ ഒരു കോമ ടൈപ്പ് ഓഫ് ഷേപ്പ് ആണ് എങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? വിബ്രിയോ എന്ന് വിളിക്കുന്നു. അതായത് ഒരു ഭാഗം കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വലിപ്പം ഉണ്ടാവും, പിന്നെ എന്താണ് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നാരോ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ, അതാണ് നമ്മുടെ വിബ്രിയോ എന്ന് പറയുന്നത്. പിന്നെ ബാസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, ഇതാണ് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ ബാസിലസ് എന്ന് പറയുന്നത്, ഒരു വടി പോലെ അല്ലേ. ഇനി സ്പൈറലം എന്ന് പറഞ്ഞാലോ, അതായത് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പൈറലം എന്ന് പറയുന്നത്. അതേപോലെ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആണ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്പൈറലം എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആ ഷേപ്പും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക, കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻ, ക്ലിയർ ആയല്ലോ? യെസ്, ഓക്കെ ആണല്ലോ? ഇനി ഡിഫൈൻ പ്രിയോൺസ്, നെയിം എ ഡിസീസ് കോസ്ഡ് ബൈ പ്രിയോൺസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രിയോൺസ് ആണ് നമ്മുടെ മാഡ് കൗ ഡിസീസിന് കാരണമാകുന്നത്. അതുപോലെ തന്നെ പ്രിയോൺസിന്റെ മറ്റൊരു സ്ട്രെയിൻ കാരണമാണ് നമ്മുടെ മനുഷ്യരിൽ ഈ പറഞ്ഞ CR ജേക്കബ് ഡിസീസ് എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയും ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്രിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ മിസ്ഫോൾഡഡ് പ്രോട്ടീൻസ് ആണ്. എന്താണ്? മിസ്ഫോൾഡഡ് പ്രോട്ടീൻസ് ആണ് ആര്? നമ്മുടെ പ്രിയോൺസ് എന്ന് പറയുന്നത്. അവർക്ക് ന്യൂക്ലിക് മെറ്റീരിയൽ പോലും ഇല്ല, ജസ്റ്റ് എന്താണ് ഈ ഒരു പ്രോട്ടീൻസിന്റെ ആ ഒരു സ്ട്രക്ചർ മാത്രമാണ്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പാത്തോജനിക് ആയിട്ട് മാറും. ഓക്കെ, യെസ്. ഇനി സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡയറ്റംസ് ആർ കോൾഡ് ഡയറ്റമേഷ്യസ് എർത്ത്. റൈറ്റ് ടു യൂസസ് ഓഫ് ഇറ്റ്. നെയിം ദി ഗ്രൂപ്പ് which ഡയറ്റംസ് belong to. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യന് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, വേറൊരു തരത്തിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. 2 യൂസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? പ്യൂരിഫിക്കേഷൻ പർപ്പസ്, അതുപോലെ ഓയിൽ സ്പിൽസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, മീൻസ് അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇൻസെക്ടിസൈഡ്സ് ആയിട്ടൊക്കെ, പിന്നെ നമ്മുടെ പെയിന്റ് വാർണിഷിൽ ഇതിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അത് കൂടാണ്ട് ഡയറ്റംസിൻ ഈ ഒരു ഡയറ്റമേഷ്യസ് എർത്തിന് കാരണമാകുന്ന അതിന്റെ സെൽ വാളിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ സിലിക്ക ആണെന്ന് പറഞ്ഞു. പിന്നെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്രൈസോഫൈറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. ക്രൈസോഫൈറ്റ്സ് കണ്ടോ, ഇത് വീണ്ടും ഒത്തിരി വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആ ക്വസ്റ്റ്യൻ വീണ്ടും വന്നതാണ്. ഓക്കെ, യെസ്. ഇനി മാച്ച് ദ ഫോളോയിങ്, മറ്റൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അമീബോയിഡ്, ആ പ്രോട്ടോസോവൻസിന്റെ എല്ലാ എക്സാമ്പിൾസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഗ്രൂപ്പ്സും അതിന്റെ എക്സാമ്പിൾ, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യണം. അമീബോയിഡ് പ്രോട്ടോസോവൻസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ എൻഡ് അമീബ, അതുപോലെ തന്നെ നമ്മുടെ മീൻസ് അമീബ. ഓക്കെ, പിന്നെ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ്, അതിന്റെ പ്രത്യേകത ഒരു ഫ്ലജലേന്റെ പ്രസൻസ് ഉണ്ടാവും. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ട്രിപ്നോസോമ എന്ന് പറയുന്നത്. സ്ലീപ്പിംഗ് സിക്നസിനൊക്കെ കാരണമായിട്ടുള്ള ഒരു പാത്തോജൻ ആണ് നമ്മുടെ ട്രിപ്നോസോമ. ഓക്കെ, ദെൻ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ അതിൽ സീലിയന്റെ പ്രസൻസ് ഉണ്ടാവും. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പാരമീഷ്യം ആണ്. പിന്നെ സ്പോറോസോവൻസിന്റെ എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. നമ്മുടെ മലേറിയൽ ആ ഒരു പ്രോട്ടോസോവൻ ആണ് ഈ പെർട്ടിക്കുലർ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്ത മാച്ച് ഫോളോയിങ് ആണ് നമ്മുടെ ക്ലാസ് ഫംഗിന്റെ ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സസും അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കണം. എപ്പോഴും എക്സാമ്പിൾസ് ചോദിക്കുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ഈ പറഞ്ഞ ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ഫംഗി. ഓക്കെ, അപ്പൊ അതിൽ ഫൈക്കോമൈസെറ്റ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈസോപ്പസ് ആണ്, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി ആസ്കോമൈസെറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ആണ് പെൻസിലിയം. ദെൻ ബെസിഡിയോമൈസെറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് അഗാരിക്കസ്. ആൻഡ് ഡിഡിയോമൈസെറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് ആൾട്ടർനേറിയ. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ബ്രീഫ് നോട്ട്സ് അബൌട്ട് ഹാലോഫൈൽസ് ആൻഡ് തെർമോആസിഡോഫൈൽസ്. അപ്പൊ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആദ്യം എഴുതുക, ദീസ് ടു ബിലോങ് ടു ദ കിങ്ഡം മൊണീറ അല്ലെ. കിങ്ഡം മൊണീറയിലാണ് ഇവർ വരുന്നത് അല്ലെ. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ നല്ല മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യുക. ആ ഒരു പാറ്റേണിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ കിങ്ഡം മൊണീറയിൽ തന്നെ നമുക്ക് 2 ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ കാണാൻ പറ്റും. ഏതൊക്കെയായിരുന്നു? ആർക്കിയ ബാക്ടീരിയ, അതായത് പ്രിമിറ്റീവ് അല്ലെ, ആർക്കിയ ബാക്ടീരിയ ആൻഡ് അതുപോലെ തന്നെ യു ബാക്ടീരിയ. ഓക്കെ, അതിൽ ആർക്കിയ ബാക്ടീരിയ എന്ന് പറയുന്നത്
പ്രിമിറ്റീവ് ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ എക്സ്ട്രീം കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. സോ എക്സ്ട്രീം കണ്ടീഷൻസ് അല്ലെ, അതിനെയാണ് നമ്മൾ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആർക്കി ബാക്ടീരിയയിൽ തന്നെ നമുക്ക് വീണ്ടും ഡിഫറെന്റ് ടൈപ്സ് കാണാൻ പറ്റും. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് കാണാൻ പറ്റും. അതിൽ ഒന്നാണ് നമ്മുടെ തെർമോ ആസിഡോഫൈൽസ്. അത് വരച്ചത് ഇങ്ങോട്ടായി, ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം അല്ലെ. എന്താണ്? തെർമോ ആസിഡോഫൈൽസ്, തെർമോ ആസിഡോഫൈൽസ്, then ഹാലോഫൈൽസ്, അതുപോലെ തന്നെ നമ്മുടെ മെത്തനോജൻസ്. ഓക്കെ, തെർമോ ആസിഡോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈ ടെമ്പറേച്ചർ, അത് എക്സ്ട്രീം കണ്ടീഷൻ ആണ് അല്ലെ. ഹൈ ടെമ്പറേച്ചർ ഒക്കെ കാണുന്ന ഈ ഹോട്ട് സ്പ്രിങ്സിലൊക്കെ നമുക്ക് എന്തിനെ കാണാൻ പറ്റും? തെർമോ ആസിഡോഫൈൽസിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അസിഡിറ്റി ഉണ്ടെങ്കിലും അവർക്ക് അതിനെയും സർവൈവ് ചെയ്യാൻ പറ്റും. ഇനി ഹാലോഫൈൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാലോ മീൻസ് ആക്ച്വലി സോൾട്ട്. ഓക്കെ, അപ്പൊ എക്സ്ട്രീം ആയിട്ടുള്ള സോൾട്ടി റീജിയൻസിൽ കാണുന്ന ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പാണ് നമ്മുടെ ഹാലോഫൈൽസ്. ഓക്കെ, അത് രണ്ടുമാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി മെത്തനോജൻസ് എന്ന് പറയുമ്പോൾ മാർഷി ആയിട്ടുള്ള റീജിയൻസും അതുപോലെ തന്നെ കാറ്റില്, ഷീപ്പ്, കൗ, ഇതിന്റെയൊക്കെ കൗ ഓൾറെഡി പറഞ്ഞു അല്ലെ, ബഫല്ലോ, ഇതിന്റെയൊക്കെ ഇൻഡസ്ട്രൈൻസിലും സർവൈവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. ബയോഗ്യാസ് പ്രൊഡക്ഷന് സഹായിക്കുന്നതും ഈ പറഞ്ഞ മെത്തനോജൻസ് ആണ്. ഓക്കെ, യെസ്. ഇനി മറ്റൊരു മാത്സ് ഫോളോയിങ് ആണ്. സോ ഹിയർ യു ക്യാൻ സീ സം എക്സാമ്പിൾസ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് ബി പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. സോ അന്നബീന ആൻഡ് നൊസ്റ്റോഗ് നമ്മൾ എവിടെ പഠിച്ചതാണ്? സൈനോ ബാക്ടീരിയന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചതാണ്. അവരിൽ നമുക്ക് കാണുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നു? നൈട്രോജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. പിന്നെ ഗുണിയോലാക്സ് എന്തിനു വേണ്ടിയിട്ട് കാരണമാവുന്നു? നമ്മുടെ റെഡ് ടൈഡിന് കാരണമാവുന്നതാണ് ഗുണിയോലാക്സ് എന്ന് പറയുന്നത്. അതെന്താ? ഈ ഗുണിയോലാക്സിന്റെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ മൊത്തം എന്താണ്? റെഡ് കളറായിട്ട് വരും. അപ്പോൾ ഒരു കുറച്ച് ടോക്സിൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. ആ ചുറ്റുമുള്ള പല മീൻസ് ഓർഗാനിസത്തിനെയും അത് ഹാംഫുൾ ആയിരിക്കും. അതിനെ എന്താണ്? നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി യുഗ്ലീനയാണ്. അപ്പൊ യുഗ്ലീനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പെല്ലിക്കിൾ ആണ്. സോ പെല്ലിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ യുഗ്ലീനയില് സെൽ വാളിന് പകരം വേറൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലെയർ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ആ ഒരു ബോഡിനെ സറൗണ്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ഫ്ലെക്സിബിൾ ആക്കാൻ സഹായിക്കും. യുഗ്ലീൻ എന്താണ്? നല്ല ഫ്ലെക്സിബിൾ ആണ്. അതിന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂവ് ഇൻ ദ സെൻസ് അതിന്റെ ബോഡി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി സഹായിക്കുന്നതാണ് പെല്ലിക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈമോൺസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം മാറിപ്പോവരുത്. അതായത് നമ്മൾ പ്ലാസ്മോഡിയം ഒരു മീൻസ് പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു, സ്പോറോസോവൻസിൽ വരുന്നത് നമ്മുടെ മലേറിയ കോസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് നമ്മുടെ സ്ലൈമോൺസ് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ ഒരു ഏരിയ മൊത്തമായിട്ട് ഇങ്ങനെ പരന്ന് അങ്ങോട്ട് ഫോം ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ അഗ്രിഗേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്ലാസ്മോഡിയം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. അപ്പൊ ഇത് തന്നെ നമ്മുടെ ബോർഡ് എക്സാമിനും അതുപോലെ ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിനും പിന്നെ ഫസ്റ്റ് ടേമിൽ നിങ്ങൾക്ക് സ്കൂൾ വൈസ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യും, അതിനൊക്കെ ചോദിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മാറി 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 പലതരത്തിലായിട്ട് എല്ലാ വർഷങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം നമുക്ക് 2 അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനും പറ്റും, അതുപോലെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും കാണാൻ പറ്റും. അതുപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ബാക്കി ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. Until then, thank you and bye bye.